പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിൽ വസിക്കുന്ന, സജീവമായി ജീവിക്കുന്ന വചനത്തിൻ്റെ പൊരുൾ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്ന പാഥേയം എന്ന ഈ പരമ്പരയിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകുന്ന 4 വായനകൾ. 1-ാമത്തെ വായന നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. 2-ാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും 5-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാമത്തെ വായന വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 16-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. 4-ാമത് സുവിശേഷം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ എന്നിവയാണ്. ഇതിലെ 1-ാമത്തെ വായനയെ നമ്മൾ പരിശോധിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിന് വിഷയമാവുന്നത്. 10 കൽപ്പനകൾ, ഡെക്കലോഗ് എന്ന 10 വാക്കുകൾ, ഹെബ്രായ ഭാഷയിൽ അസരത്ത് ഹദ്ദവറീം, 10 വേർഡ്സ്, 10 വാക്കുകൾ. ഈ 10 വാക്കുകളെ ചുറ്റിപ്പറ്റിയുള്ള വിചിന്തനങ്ങളാണ് ഈ വചനഭാഗത്ത് നടക്കുന്നത്. അവയോട്, തോറായോട് കാണിക്കേണ്ട അനുസരണത്തെക്കുറിച്ച് ഒക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഇന്നത്തെ വായന തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 10-ാം തിരുവചനം. ഹോറേബിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു. ആ മലയടിവാരത്തേക്ക് ജനത്തിൻ്റെ ഓർമ്മകളെ മോശ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഹോറേബ് എന്ന് ഇവിടെ പരാമർശിക്കപ്പെടുന്ന മല സത്യത്തിൽ സീനായ് മല തന്നെയാണ്. സീനായ് മലയുടെയും ഹോറേബ് മലയുടെയും പേര് ഐഡൻറ്റിക്കലാണ്. അതുകൊണ്ട് സീനായ് മലയിലെ ഉടമ്പടിയുടെ സമയത്തേക്ക്, ആ മലയടിവാരത്തിലേക്കാണ് ജനത്തിൻ്റെ ഓർമ്മകളെ മോശ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ വെച്ച് അവർ ദൈവത്തിൻ്റെ സർവ പ്രതാപത്തിൽ കണ്ടു, കേട്ടു. ദൈവത്തിൻ്റെ സ്വരം ജനം കേട്ടു, ദൈവത്തിൻ്റെ അഗ്നി ജനം കണ്ടു. ഇവിടെ അഗ്നിയിൽ പ്രത്യക്ഷനാവുന്ന ദൈവത്തെക്കുറിച്ച് പിന്നീടുള്ള തിരുവചനങ്ങളിൽ സൂചിപ്പിക്കുകയാണ്. ഈ അധ്യായത്തിൽ, നമ്മൾ ഇന്ന് വചന വിചിന്തനത്തിന് വിഷയമാക്കുന്ന 4-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം അഗ്നിയിൽ പ്രത്യക്ഷനാവുന്ന ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം. ആകാശത്തോളം ഉയർന്ന അഗ്നിയിൽ പർവ്വതം ജ്വലിച്ചുകൊണ്ടിരുന്നു. 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. 4-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം. ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. 4-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനം. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. 4-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനം. ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഒടുവിൽ 7-ാമത് 4-ാം അധ്യായത്തിന് 36-ാം തിരുവചനം. ഭൂമിയിൽ തൻ്റെ മഹത്തായ
അഗ്നി കാണിച്ച് അഗ്നിയുടെ മധ്യേ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അഗ്നിയിലൂടെ പ്രത്യക്ഷനാവുന്ന ദൈവത്തെക്കുറിച്ച് മോശ ഈ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അഗ്നിക്ക് രണ്ട് പ്രത്യേകതകളുണ്ട്. അഗ്നി പ്രകാശിപ്പിക്കുന്നു, എരിച്ചു കളയുന്നു. ഇല്യൂമിനേറ്റിംഗ് ആൻഡ് കൺസ്യൂമിങ് ഫങ്ഷൻസ് ഓഫ് ഫയർ. ഈ രണ്ടർത്ഥത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ മനസ്സിലാക്കിയിരുന്നു. ദൈവം അവരുടെ വഴികളെ, അവരുടെ വീഥികളെ പ്രകാശിപ്പിക്കുന്നവരാണ്. അവരിലെ പാപത്തിൻ്റെ കറകളെ തുടച്ചു നീക്കുന്നവനാണ്, എരിച്ചു കളയുന്നവനാണ്, ചാമ്പലാക്കുന്നവനാണ്. അതുപോലെ തന്നെ അഗ്നി കാണാൻ സാധിക്കും. ആ പ്രകാശപൂരിതമായി നിൽക്കുന്ന മലമുകൾ അവർക്ക് കാണാൻ സാധിക്കും. പക്ഷേ അടുത്തു പോയാൽ പൊള്ളലേൽക്കും. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ ദൈവസങ്കല്പം ഇത്തരത്തിൽ ഒന്നായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം വലുതാണ്, അത് തൊട്ടാൽ പൊള്ളുന്ന ഒന്നാണ് എന്ന ചിന്ത ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഈ വചനഭാഗം നമ്മളോട് പറയുകയാണ്, ദൈവവുമായുള്ള ബന്ധം ഇസ്രായേൽ നിലനിർത്തേണ്ടത് രണ്ട് കാര്യങ്ങൾ വഴിയാണ്. ഒന്ന്, ദൈവാനുഗ്രഹത്തിൻ്റെ ഇന്നലകളെ അവർ ഓർക്കണം. ദൈവാനുഗ്രഹത്തിൻ്റെ ഇന്നലകളെ അവർ ഓർക്കണം. ഇന്നുകളിൽ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാൻ തയ്യാറാകണം. രണ്ട്, ഇന്നലകളിൽ ദൈവം വഴി നടത്തിയ കഥകൾ അവരുടെ മക്കൾക്ക്, പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. രണ്ടാമത്തെ വായന യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 8 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. സത്യത്തിൽ ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊരു ചരമഗീതമാണ്. ഇസ്രായേലിൻ്റെ ചരമഗീതം. പ്രവാസത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായ ഭാഷയിൽ പ്രവാചകൻ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മരിച്ചടക്കിൻ്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിലാണ് ഇവിടെ ദുരിതങ്ങൾ എന്നത് പലതവണ ആവർത്തിച്ചുകൊണ്ട് ഈ വചന ഭാഗം മുൻപോട്ട് പോകുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ജനം പ്രവാസത്തിൻ്റെ വക്കിലെത്തി നിന്നത്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ജനം ശിക്ഷ അനുഭവിക്കാൻ തക്ക വിധം അവർക്ക് വീഴ്ചകൾ ഉണ്ടായത്? ഒന്നാമത്തെ കാര്യം വചനം ഇവിടെ പറയുകയാണ്, ഭൂമിയോട് ഉള്ള ആർത്തി. വലിയ മണിമാളികകളും സൗധങ്ങളും കെട്ടിപ്പടുക്കാനുള്ള അത്യാർത്തി. ഇതാണ് ജനത്തെ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 8-9 തിരുവചനങ്ങൾ. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീടു ചേർത്ത്, വയലോട് വയല് ചേർത്ത്, അതിൻ്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്യുന്നത് ഞാൻ കേട്ടു. അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും, മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. ആർത്തി, ഭൂമിയോടും വലിയ സൗധങ്ങളോടുമുള്ള മനുഷ്യൻ്റെ ആർത്തി ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. അതിന് പകരമായി ഒരു ദുരന്തം ആസന്നമായിരിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം, ഭൂമി വിളവ് നൽകില്ല എന്നുള്ളതാണ്. കടുത്ത കാർഷിക പ്രതിസന്ധി ഉണ്ടാകും. 10 ഏക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 ബത്ത് വീഞ്ഞും 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഫാ ധാന്യവും മാത്രം വിളവ് ലഭിക്കും എന്ന് പറഞ്ഞാൽ വലിയ കാർഷിക പ്രതിസന്ധി ഇതാ ഈ ജനത്തിന് ഉണ്ടാകുന്നു. മൂന്നാമത്തെ കാര്യം, ലഹരി പാനീയങ്ങളോടുള്ള ഇവരുടെ അടങ്ങാത്ത ആസക്തി. അത് ശിക്ഷിക്കപ്പെടും എന്ന് പ്രവചന പുസ്തകം പറയുകയാണ്. 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ 5-ാം അധ്യായത്തിൻ്റെ, ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മദിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും തപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞും ഉണ്ട്. എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. ഇതും അവരെ പ്രവാസത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലൊന്നാണ്. ജനത്തെ പ്രവാസത്തിൻ്റെ ദുരനുഭവങ്ങളിലേക്ക് നയിക്കുന്ന അവസാനത്തെ കാരണം നുണയുടെ, അസത്യത്തിൻ്റെ, അർത്ഥസത്യത്തിൻ്റെ വക്താക്കളായി അവർ മാറി എന്നുള്ളതാണ്.
18-20 തിരുവചനങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴയ്ക്കുന്നവന് ദുരിതം, പാപത്തെ കയറുകെട്ടി വലിക്കുന്നവന് ദുരിതം, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം, പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം, മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. ഒരുപാട് ദുരിതങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഈ ജനത്തിൻ്റെ വർത്തമാനകാലത്തിലേക്ക് കടന്നു വരികയാണ്. എന്താണ് ഇതിന് പ്രതിവിധി? ഇതിന് പ്രതിവിധിയായി ഈ തിരുവചന ഭാഗം പൊതുവിൽ യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ ദൈവശാസ്ത്രം മുൻപോട്ട് വയ്ക്കുന്നത് 4 കാര്യങ്ങളാണ്. ഇതിന് പ്രതിവിധിയായി മിഷ്പാത്ത്, സദേക, ദാഅത്ത്, ഖാദോഷ്. ജസ്റ്റിസ്, മിഷ്പാത്ത്; സദാക, റൈച്ചസ്നെസ്; ദാഅത്ത്, നോളജ്; ഖാദോഷ്, ഹോളിനെസ്. ദൈവത്തിൻ്റെ നീതി, ധർമ്മം, ജ്ഞാനം, വിശുദ്ധി എന്നീ കാര്യങ്ങളിൽ ജനം നിറഞ്ഞാൽ, എന്നീ കാര്യങ്ങളുടെ മാർഗ്ഗെ അവർ മുൻപോട്ട് പോയാൽ അവർക്ക് വലിയ കൃപകൾ, അനുഗ്രഹങ്ങൾ ലഭിക്കും. 5-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം നമ്മൾ വായിക്കുകയാണ്. സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ, മിഷ്പാത്ത്, നീതിയിൽ ഉയർന്നു നിൽക്കുന്നു. പരിശുദ്ധനായ ഖാദോഷ്, പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു എന്ന് പ്രവാചകൻ 5-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ 4 കാര്യങ്ങൾ, നീതി, ധർമ്മം, അറിവ്, വിശുദ്ധി, ഇത് നമ്മുടെ ഇന്നുകളെ പ്രകാശിപ്പിക്കട്ടെ, നമ്മുടെ വഴിയിൽ ദീപസ്തംഭങ്ങളായി നിൽക്കട്ടെ. 3-ാമത്തെ വായന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കോറിന്തിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 16-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിന് മുൻപുള്ള ഭാഗങ്ങളിൽ നമ്മൾ പ്രധാനമായും 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വിശുദ്ധ പൗലോസ് ലീഹ ഈ കൊരിന്തിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നൽകുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 5 ചോദ്യങ്ങൾ, അവയ്ക്കുള്ള 5 ഉത്തരങ്ങൾ. 5 ചോദ്യങ്ങളിൽ 1-ാമത്തെ ചോദ്യം ലൈംഗികത, വിവാഹം, വിവാഹമോചനം എന്നിവയെക്കുറിച്ചായിരുന്നു. 7-ാം അധ്യായത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം 7 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ ചോദ്യം അവിവാഹിതരായ കന്യകമാരുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെയായിരുന്നു. 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം മുതലുള്ള ഭാഗത്ത് നമ്മൾ അതിനുള്ള ഉത്തരം കാണുന്നുണ്ട്. 3-ാമത്തെ ചോദ്യം വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് ഉള്ളതായിരുന്നു. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാമോ കഴിക്കാതിരിക്കണമോ എന്നുള്ള ചോദ്യം. അതിനുള്ള ഉത്തരം 8-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം മുതൽ നമ്മൾ കാണുന്നുണ്ട്. 4-ാമത്തെ ചോദ്യം ആത്മീയ ദാനങ്ങളുടെ, സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, അവയുടെ ഉപയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. 12-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം മുതൽ അതിനുള്ള ഉത്തരം നമ്മൾ കാണുന്നുണ്ട്. 5-ാമത്തെ ചോദ്യം സഭയ്ക്ക് വേണ്ടിയുള്ള, സഭയുടെ നേതൃത്വത്തിന് വേണ്ടിയുള്ള സംഭാവനയെക്കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ കളക്ഷൻ ഫോർ ദ സെയിൻസ്. 16-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ അതിനുള്ള ഉത്തരം കാണുന്നുണ്ട്. ഇവിടുത്തെ അവസാനത്തെ ചോദ്യം സഭയ്ക്ക് വേണ്ടിയുള്ള സംഭാവന, അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ വചന വായനയിലുള്ള ഉത്തരം നമ്മൾ കാണുന്നത്. സഭയ്ക്ക്, വിശുദ്ധർക്ക്, സഭാ നേതൃത്വത്തിന് നൽകേണ്ട സംഭാവനയെക്കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്ക് വ്യക്തത ഉള്ള ഉത്തരം വിശുദ്ധ പൗലോസ് ലീഹ ഇവിടെ നൽകുന്നുണ്ട്. ഈ ലേഖനഭാഗം തുടങ്ങുന്നത് ഇപ്രകാരമാണ്. 16-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം. വിശുദ്ധർക്ക് വേണ്ടിയുള്ള സംഭാവനയെപ്പറ്റി ഇനി പ്രതിപാദിക്കാം. ഗലാത്യയിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എന്താണ് വിശുദ്ധ പൗലോസ് ലീഹ ഗലാത്യയിലെ സഭയോട് നിർദ്ദേശിച്ചത്?
കൃത്യമായൊരു ഉത്തരം ഗലാത്യർക്കുള്ള ലേഖനത്തിലില്ല. അതേസമയം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 9-10 തിരുവചനങ്ങളിൽ ചില സൂചനകളുണ്ട്. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരിക്കുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയിൽ വലതുകരം എനിക്കും ബാർണബാസിനും നീട്ടിത്തന്നു. അങ്ങനെ വിജാതിയരുടെ അടുത്തേക്ക് ഞങ്ങളും പരിച്ഛേദിതരുടെ അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്നു മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. വിശുദ്ധ പൗലോസിനെയും ബാർണബാസിനെയും പ്രേക്ഷിത പ്രവർത്തനത്തിന്, വിജാതീയ ജനതയുടെ ഇടയിലുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിനായി ജെറുസലേമിലെ സഭ ആശീർവദിച്ച് അവരുടെ മേൽ കൈവച്ച് പരിശുദ്ധാത്മാവിനെ നൽകി പറഞ്ഞു വിടുന്നതാണ് രംഗം. അതിനെക്കുറിച്ച് ഓർത്തെടുക്കുന്ന പൗലോസ് പറയുകയാണ്, അന്ന് അവർ എന്നോട് പറഞ്ഞത് പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ജെറുസലേമിലെ സഭ അക്കാലത്ത് വലിയ കഷ്ടപ്പാടുകളിലൂടെ, സാമ്പത്തികമായി വലിയ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. അവരെക്കുറിച്ച് ചിന്ത വേണം, അവരെ സഹായിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ജെറുസലേമിലെ സഭ ഈ അപ്പസ്തോലന്മാർക്ക് നൽകുകയാണ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് ലീഹ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ജെറുസലേമിലെ സഭയെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം പോയ സ്ഥലങ്ങളിലെല്ലാം ഉള്ള കൊച്ചു കൊച്ചു സഭകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, ആഹ്വാനം ചെയ്തിരുന്നു. വിശുദ്ധ പൗലോസ് ലീഹ കോറിന്തിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സഹോദരരെ, മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. കോറിന്തിലെ സഭയോടും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ തുറന്ന മനസ്സോടെ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് ജെറുസലേമിലെ സഭയ്ക്ക് വലിയ ഒരു ഉപകാരമായി തീരും. അത്തരത്തിൽ മാതൃസഭയെ, ജെറുസലേമിലെ മാതൃസഭയെ സാമ്പത്തികമായി സഹായിക്കാനായിട്ടുള്ള കടമ അത് കോറിന്തിലെയും എഫേസൂസിലെയും മക്കദോനിയയിലെയും എല്ലാം സഭകൾക്കുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. 4-ാമത്തെ വായന വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈശോയുടെ ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള യാത്രയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവമാണ്. യാത്രയിലുടനീളം ഈശോ പ്രബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പട്ടണമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ ഈശോ എല്ലായിടത്തും തൻ്റെ പ്രബോധനം നൽകുന്നു. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ലൂക്ക 13:22. ഈ വചനഭാഗത്തെ ബൈബിൾ പണ്ഡിതർ പല രീതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. റുഡോൾഫ് ബുൾട്ട്മാൻ്റെ അഭിപ്രായത്തിൽ ഈ വചനഭാഗം ഒരു യുഗാന്ത്യോന്മുഖ പ്രബോധനം, ഒരു എസ്കറ്റോളജിക്കൽ ഡിസ്കോഴ്സ് ആണ് എന്നാണ് പറയുന്നത്. ജോസഫ് എ ഫിറ്റ്സ്മെയർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ്, കിങ്ഡം ഡിസ്കോഴ്സ് ആണ്. ഇന്നത്തെ വചനഭാഗത്തിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഏറ്റവും അടുത്ത പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരാളുടെ ഒരു ചോദ്യമാണ്. ആളുടെ പേര് സുവിശേഷം പറയുന്നില്ല. ഒരുവൻ ഒരു ചോദ്യം ഉന്നയിക്കുന്നു. എന്താണ് ചോദ്യം? ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ദൈവരാജ്യത്തിലെ സ്വീകരണവും തിരസ്കരണവും എപ്രകാരമായിരിക്കും? റിസപ്ഷൻ ആൻഡ് റിജക്ഷൻ ഇൻ ദ കിങ്ഡം, ഇത് എപ്രകാരമായിരിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കൊടുക്കുന്നതിന് വേണ്ടി ഈശോ 2
രൂപകങ്ങൾ ഉപയോഗിക്കുകയാണ്. ഒന്നാമതായി വാതിൽ എന്ന രൂപകം ഉപയോഗിക്കുന്നു. രണ്ടാമതായി വിരുന്ന് എന്ന രൂപകം ഉപയോഗിക്കുന്നു. വാതിൽ എന്ന രൂപകം നമുക്കറിയാം, വാതിൽ പല തരത്തിലുണ്ട്. പ്രവേശന കവാടങ്ങളുണ്ട്, പുറത്തേക്കുള്ള വാതിലുണ്ട്, പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കാൻ, പരിസമാപ്തിയെ സൂചിപ്പിക്കാൻ എല്ലാം വാതിൽ ഒരു പ്രതീകമായി ഉപയോഗിക്കുന്നുണ്ട്. അവസരങ്ങളുടെ പ്രതീകമായി വാതിൽ കടന്നു വരാറുണ്ട്. അടഞ്ഞ വാതിൽ പ്രതീക്ഷകളുടെ അസ്തമനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വാതിൽ ഒരേ സമയം സാധ്യതകളുടെയും തടവിലാക്കപ്പെടുന്നതിൻ്റെയും പ്രതീകമാണ്. അകത്ത് ജീവിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന്, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിനും വാതിൽ ഉപയുക്തമാകാറുണ്ട്. ചുരുക്കത്തിൽ വാതിൽ എന്ന് പറയുന്നത് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പ്രതീകമാണ്, ഒരു മെറ്റഫറാണ്, ഒരു രൂപകമാണ്. ഇവിടെ ഈശോ പറയുന്നത് രണ്ട് തരത്തിലുള്ള വാതിലുകളെ കുറിച്ചാണ്: ഇടുങ്ങിയ വാതിൽ, അടഞ്ഞ വാതിൽ. ലൂക്ക 13:24 ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ഇടുങ്ങിയ വാതിലും അടഞ്ഞ വാതിലും ഈശോയുടെ വാക്കുകളിൽ തന്നെ രണ്ട് രൂപകങ്ങളായി അവിടുന്ന് ഉപയോഗിക്കുകയാണ്. ഈ രണ്ട് രൂപകങ്ങൾ വലിയ സാധ്യതകളുടെയും അതോടൊപ്പം അടയ്ക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളെയും ശിഷ്യരുടെ മുൻപിലേക്ക് കൊണ്ടുവരും. ഇടുങ്ങിയ വാതിൽ വലിയ അനന്ത സാധ്യതകളുടെ വാതിലാണ്. സഹനങ്ങളിലൂടെ, വിജയത്തിൻ്റെ കുരിശിലൂടെ ഉയിർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്ന് സൂചിപ്പിക്കുന്ന രൂപകമാണ് ഇടുങ്ങിയ വാതിൽ. അടഞ്ഞ വാതിലാകട്ടെ ദൈവരാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരുടെ മുമ്പിൽ അവരുടെ സാധ്യതകൾ അസ്തമിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായി നിൽക്കുന്ന രൂപകവുമാണ്. രണ്ടാമത്തെ മെറ്റഫർ, രണ്ടാമത്തെ രൂപകം വിരുന്ന്, ബാങ്ക്വറ്റ് എന്ന രൂപകമാണ്. 28, 29 വാക്യങ്ങളിൽ വാതിൽ എന്ന രൂപകം പറഞ്ഞതിന് ശേഷം വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ രൂപകത്തെക്കുറിച്ച് പറയുകയാണ്. വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ആ വിരുന്ന് നടക്കുന്ന വിരുന്നുശാലയിലിരുന്ന് വിരുന്ന് ആസ്വദിക്കുന്നു. ആരൊക്കെയാണ് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ? ആരൊക്കെയാണ് വിരുന്ന് ആസ്വദിക്കുന്നവർ? വിരുന്ന് ആസ്വദിക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം പൂർവ്വപിതാക്കന്മാരാണ്. അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ തുടങ്ങിയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ പൂർവ്വപിതാക്കന്മാരെല്ലാം വിരുന്ന് ആസ്വദിക്കുന്നവരുടെ ഗണത്തിലാണ്. അവരോടൊപ്പം വിരുന്നിനുള്ള മറ്റൊരു ഗണം പ്രവാചകരാണ്. പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും വിരുന്ന് ആസ്വദിക്കുന്ന വിരുന്നുശാലയിൽ നിന്ന് ഈശോയെ കേൾക്കുന്ന അക്കാലത്തെ ജനം പുറന്തള്ളപ്പെടും, പിന്നോട്ട് മാറ്റി നിർത്തപ്പെടും. അവരുടെ വേദന വലുതായിരിക്കും എന്നാണ് വിരുന്നിൻ്റെ ഈ രൂപകത്തിലൂടെ അവിടുന്ന് അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിലരുടെ മുൻപിൽ വാതിൽ കൊട്ടിയടക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ചിലർ വിരുന്നിൽ നിന്നും, സ്വർഗീയ വിരുന്നിൽ നിന്നും നിഷ്കാസിതരായി മാറുന്നത്? ഇതിനുള്ള ഉത്തരം ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുണ്ട്. ഇതിന് മുൻപത്തെ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള ഉത്തരം വിശുദ്ധ ലൂക്ക അറിയിച്ച ഇതേ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലും 5-ാമത്തെ വാക്യത്തിലും ഒരേ വാക്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിതാണ്: പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഗലീലയിൽ നിന്നും വന്ന ചിലരുടെ ബലികളിൽ പീലാത്തോസ് രക്തം കലർത്തിയ വിവരം ഈശോയെ ചിലർ അറിയിച്ചപ്പോഴും, സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും
ഈശോ പറയുന്ന കാര്യം ഇതാണ്: പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ വാതിൽ കൊട്ടിയടയ്ക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിരുന്നിൽ നിന്ന്, സ്വർഗീയ വിരുന്നിൽ നിന്ന് ഒരുപക്ഷെ നാം നിഷ്കാസിതരായി പുറന്തള്ളപ്പെടുന്നവരായി പോകാൻ സാധ്യതയുള്ളത്? കാരണം വ്യക്തമാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുതപിക്കുന്നില്ലെങ്കിൽ, പുതിയൊരു വഴി തേടാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇതേ വിധി നമ്മളെയും കാത്തിരിക്കുന്നു. അതുകൊണ്ട് പഴയ നിയമപുസ്തകത്തിൽ നമ്മൾ കണ്ടതുപോലെ ഒന്നാമത്തെ വായന മുതൽ ഈ സുവിശേഷ ഗ്രന്ഥം വരെ പുറന്തള്ളപ്പെടാതിരിക്കണമെങ്കിൽ, വാതിൽ കൊട്ടിയടയ്ക്കപ്പെടാതിരിക്കണമെങ്കിൽ, പ്രവാസത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയ ജനത്തെ പോലെ പ്രവാസത്തിൻ്റെ അനുഭവം നമുക്കും ഉണ്ടാകാതിരിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മിഷ്പാത്ത് അഥവാ ജസ്റ്റിസ്, നീതി; സിദാക്ക അഥവാ റൈച്ചസ്നെസ്, ധർമ്മം; ദാത്ത് അഥവാ നോളജ്, അറിവ്; ഖാദോഷ് അഥവാ ഹോളിനെസ്, വിശുദ്ധി. നീതി, ധർമ്മം, അറിവ്, വിശുദ്ധി എന്നിവയിൽ വളർന്നുകൊണ്ട് നല്ല ക്രൈസ്തവരായി തീരാൻ ദൈവം നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.